നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്കിനി തിരികെ ലഭിക്കുമോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് അവസാനിച്ചോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഇനി നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് റീഡിങ്ങിൽ. ഒരുപാട് സോൾമേറ്റ് കണക്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ചില വ്യക്തികൾക്ക് ഇവിടെ ഫ്രണ്ട്സ് മൂലം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി മൂലം അല്ലെങ്കിൽ ഫ്രണ്ട്സ് മൂലമെല്ലാം ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് വ്യക്തിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഇതിൽ കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ സെപ്പറേറ്റഡ് ആവുക എന്നുള്ളതും രണ്ടുപേരും രണ്ട് ദിശയിൽ അല്ലെങ്കിൽ ഒരുപാട് പേര് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെന്ന് കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഈ ഒരു സമയത്ത് പരസ്പരം അകലുക എന്നുള്ളത് ദൈവനിയോഗമാണ്. ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹീലാവാനുണ്ട്. ഇത്രയും കാലം പോയിരുന്നത് ഒരുപാട് നെഗറ്റിവിറ്റിയിൽ കൂടെ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ആൻഡ് ഒരുപാട് പെയിൻഫുൾ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കരയാൻ മാത്രമായിരുന്നു ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പേഴ്സൺ മാത്രം, 2 പേഴ്സൺ അല്ല, ഒരു പേഴ്സൺ ഇതിൽ കരയാൻ മാത്രമാണ്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വിഷമിച്ചിട്ടുള്ളത് നിങ്ങളാണ്. അപ്പോൾ യൂണിവേഴ്സ് ഇതിലൊരു ബ്രേക്ക് തന്നിരിക്കുകയാണ്. അതിൽ കൂടുതലും നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടേ ഉള്ളൂ. പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാനുണ്ട്. അതുമാത്രമല്ല ആ വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താനും ഉണ്ട്. ആ ഒരു വ്യക്തി അത് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് അവർക്ക് മനസ്സിലാകാനായിട്ട് പോകുന്നത് പല കാര്യങ്ങളിലും. ഓക്കെ, നിങ്ങൾ ഈഗോ ഉള്ള പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി. ആൻഡ് കുറേ പേർക്ക് ഇവിടെ ഫ്രണ്ട്സ് മുഖ്യം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഫ്രണ്ട്സ്, ആ ഒരു ഫ്രണ്ട്സിന് വാല്യൂ കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് അവർ ഫ്രണ്ട്സിന് കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കണം. ഒരു വിഷമം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചെറിയതായിട്ടുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കതിൽ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് മൂലം ഇതായിട്ടുള്ള വ്യക്തികളുണ്ട്. ആൻഡ് ആ ഒരു പേഴ്സണ് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളൊരു രീതിയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കുത്തി ചോദിക്കുമ്പോഴൊക്കെ അവർക്കതിൽ ദേഷ്യം വരികയും ചെയ്തിട്ട് സെപ്പറേറ്റഡ് ആയവരുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ എന്താ പറയുക, അവരുടെ ഒരു സ്നേഹക്കുറവ് അതാണ് അത് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ പക്ഷെ ആദ്യം ഒരുപാട് നിങ്ങൾക്ക് വാരിക്കോരി തന്നിട്ട് അവിടെ ഒരു സ്നേഹക്കുറവ്, അതിലൊരു കുറവ് വന്നപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ഇതിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അത് പോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്നില്ല. പക്ഷെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റേജസ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവരോട് പല കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക, ചെറിയ രീതിയിൽ വെറുപ്പിക്കുന്ന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കണം. അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരിക്കണം. ഈ റിലേഷൻഷിപ്പിൽ പലർക്കും അങ്ങനെയാണ് കാണിക്കുന്നത്. അത് ഒരുപാട് ചോദ്യം ചെയ്യുക അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർക്ക് കുറച്ച് ഒരു നീരസം അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളോട് ചെറിയ രീതിയിലൊരു നീരസവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർക്കവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ട്. പക്ഷെ അവർ എന്താ പറയുക, ഇപ്പോൾ ഈ നിമിഷം കുറേയൊക്കെ പണ്ട് എത്ര നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിലെന്താണ് ഇങ്ങനെയൊക്കെ മാറ്റമായി പോയത്? ഒരുപാട് എന്തൊക്കെയോ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതിൻ്റെയൊക്കെ ആ ഒരു നല്ല നിമിഷങ്ങളെ പറ്റി അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട്. ഓക്കെ, ആൻഡ് ഇതിപ്പോൾ നിങ്ങളുടെ കുറ്റം മാത്രമായിട്ട് പറയാനായിട്ട് പറ്റില്ല, അത് അവരുടെ കൂടെ കുറ്റമാണ്. അവർ മുമ്പ് എങ്ങനെയായിരുന്നോ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായി തുടങ്ങിയത്. അവരെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരിക്കണം. പിന്നെ ഒരുപാട് പേർക്ക് ഇവിടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ ചിലപ്പോൾ ഒരേ ഓഫീസിലായിരിക്കാം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ
എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടവരായിരിക്കണം. കുറേ പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട്. കുറേ പേർക്ക് സോഷ്യൽ മീഡിയാസ് വഴി പരിചയമുള്ളവർ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഈ പഠിക്കുന്ന കുട്ടികൾ കോളേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുകയും പിന്നെ അതിലൂടെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കുക. പലരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേ ബി പറഞ്ഞിട്ട് പോലും ഉണ്ടായിരിക്കില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു സോ മച്ച്. എല്ലാവരും അങ്ങനെ തുറന്നു പറയുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രമാത്രം അടുത്ത വ്യക്തികളാണെന്ന്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിനെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിനെ എനിക്ക് മുൻജന്മത്തിൽ എപ്പോഴോ പരിചയമുള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന്. കാരണം ഒരു അന്യനായിട്ട് ഒരാളെ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്യക്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ തന്നെ ആരോ ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉള്ളിലെ ഏതോ ഒരു പേഴ്സൺ, രണ്ട് ശരീരവും ഒരു ആത്മാവെന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിങ്സൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സണും നിങ്ങളുടെ അടുത്ത് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. തളിർത്ത പൂക്കളുള്ളൊരു മരമായിരുന്നു നിങ്ങളുടെ ബന്ധം. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഓരോന്നായിട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. മുമ്പ് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഒരുപാട് അകന്നിട്ടുണ്ട് നിങ്ങളുടെ കുറച്ച് ഇതിലൊക്കെ നോക്കുമ്പോൾ. അതായത് നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അതുമൂലം അല്ലെങ്കിൽ അത് കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരിക്കില്ല എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രോബ്ലംസ് വന്നതെന്ന്. ഒരു തേർഡ് എനർജി മൂലം നിങ്ങൾക്കതൊരു എല്ലാവരുടെ കേസിലും ഒരു വ്യക്തി എന്ന് പറയുന്നില്ല, ചിലർക്ക് ഒരു വ്യക്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ചിലരുടെ കേസിൽ മറ്റെന്തോ എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജി വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആക്കിയിട്ട് മര്യാദയ്ക്ക് ഒന്ന് സംസാരിച്ച് എല്ലാം നല്ല ഗോയിങ് ആയിട്ട് പോകുമ്പോഴേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും അതിലേക്ക് ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും അതിലൊരു ബാലൻസ് കിട്ടാതിരിക്കുന്ന ഒരു സ്വഭാവം റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വന്നിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടോ എങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു ബാലൻസ് കിട്ടാത്ത അവസ്ഥ. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പരമാവധി താഴ്ന്നു കൊടുക്കുന്നുണ്ടായിരിക്കാം പല കാര്യങ്ങൾക്കും. ആ ഒരു വ്യക്തിയും കുറേയൊക്കെ ക്ഷമിച്ചും ഇതിലൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്നാൽ പോലും അതൊരു നല്ല ഇതിലേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നാണ് കാണിക്കുന്നത്. ഇതിൽ പല വ്യക്തികൾക്കും ഇവിടെ രണ്ടുപേരുടെ കുറേ കാര്യങ്ങൾ ഹീലാവാനും ആ ഒരു വ്യക്തിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എഗെയിൻ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീകോണ്ടാക്ട് ഇവിടെ പോസിബിളായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്.